വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ വഴികൾ. ഏവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം. ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. തുടർന്നും എൻ്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുക. ഗസയിൽ മൂന്നാം ദിവസത്തോടെ വീണ്ടും കരയുദ്ധം തുടങ്ങി ഇസ്രായേൽ. 100-നടുത്ത മരണം റിപ്പോർട്ട് ചെയ്യുന്നു. ഫലസ്തീനികളെ പുറത്താക്കുന്നതിന് വേണ്ടി അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ കനത്ത ആക്രമണം തുടരുകയാണ് ഇസ്രായേൽ. 10,000-ങ്ങളാണ് വെസ്റ്റ് ബാങ്കിൽ നിന്നും കൂടും കുടുക്കയും കുഞ്ഞുങ്ങളുമായി പലായനം ചെയ്യുന്നത്. ഗസയിലുടനീളം ഇസ്രായേൽ ആക്രമണം തുടരുന്നു. ആകാശയുദ്ധവും ഒരേ സമയം കരയുദ്ധവും നടത്തി മുന്നോട്ട് നീങ്ങുകയാണ് ഇസ്രായേൽ സേന. പുറത്തു കാണാത്ത ഹമാസിന് വേണ്ടി തെരുവിൽ കാണുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെ പീരങ്കി ഷെല്ലുകളും മിസൈലുകളും പായിക്കുകയാണ് ഇസ്രായേൽ സേന. ബുധനാഴ്ച രാവിലെ മുതലേ തുടങ്ങിയ കരയാക്രമണത്തിൽ ഏകദേശം 100-നോടടുത്ത് ഫലസ്തീനികളാണ് കൊല്ലപ്പെട്ടത്. 1.5 വർഷത്തിനുള്ളിൽ തകർന്നു തരിപ്പണമായ ഒന്നുമില്ലാത്ത ഒരു ജനതയെ വീണ്ടും വേട്ടയാടിക്കൊല്ലാൻ ഉളുപ്പില്ലാത്ത രാഷ്ട്രമായി മാറിയിരിക്കുന്നു അമേരിക്കയും ഇസ്രായേലും. ഈ പരിശുദ്ധ റമദാനിലും തങ്ങളുടെ സഹോദരങ്ങളെ ഇഞ്ചിഞ്ചായി കൊല്ലുന്നത് കണ്ട് നിസ്സംഗരായി നോക്കി നിൽക്കുന്ന അറബ് ലോകത്തെ കാണുമ്പോൾ വല്ലാത്ത വെറുപ്പും നിരാശാബോധവും ഉള്ളിലുണ്ടാകുന്നു. ഫലസ്തീനിലെ ആരോഗ്യ ദൃഢഗാത്തരായ പുരുഷന്മാരെയായിരുന്നു നിങ്ങൾ കൊന്നുവീഴ്ത്തുന്നതെങ്കിൽ വെറുതെയെങ്കിലും പറയാമായിരുന്നു അവർ ഹമാസിന്റെ സായുധ വിഭാഗത്തിൽപ്പെട്ടവരാണെന്ന്. പക്ഷേ ഇവിടെ മരിച്ചു വീഴുന്നവരിലധികവും യുദ്ധത്തിന്റെ പരിണതഫലത്തെക്കുറിച്ച് ബോധവാന്മാരല്ലാത്ത കുട്ടികളും സ്ത്രീകളുമാണ്. ഇസ്രായേൽ സേന തങ്ങളുടെ ആധിപത്യം സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായി നെറ്റ്ഷെറിൻ കോറിഡോറിന്റെ നിയന്ത്രണം ഏറ്റെടുത്തു കഴിഞ്ഞു. ഇപ്പോൾ തെക്കൻ ഗസയും വടക്കൻ ഗസയും പരസ്പര ബന്ധമില്ലാത്ത 2 രാജ്യങ്ങളായി മാറി. 1-ാം ഘട്ട വെടിനിർത്തലിന് മുമ്പുള്ള അവസ്ഥയിലേക്ക് നീങ്ങി ഗസ ഇപ്പോൾ. ഇന്നലെ രാത്രി നടന്ന ആക്രമണത്തിൽ നിരവധി ഫലസ്തീനികളാണ് തകർന്നടിഞ്ഞ കെട്ടിടങ്ങൾക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. കുടുംബക്കാരുടെയും കൂട്ടുകാരുടെയും കൂട്ടിയിട്ട നിർജീവ ശരീരങ്ങൾക്ക് ചുറ്റും വിലാപവുമായി നിൽക്കുന്ന ഫലസ്തീനികളുടെ കാഴ്ച നിത്യസംഭവമായി മാറാൻ പോവുകയാണ് ഇനി. കൂടെ നിന്ന് വിലപിക്കുന്നുണ്ടെങ്കിലും അവർക്കും അറിയാം നാളെ അല്ലെങ്കിൽ തൊട്ടടുത്ത നിമിഷം ഞാനും ഈ അവസ്ഥയിലാകുമെന്ന്. അതേക്കുറിച്ചോർത്ത് അവർ ഭയപ്പെടുന്നില്ല എന്നതാണ് സത്യം. നഷ്ടപ്പെട്ടവരെ കുറിച്ചോർത്ത് മാത്രമേ അവർ കണ്ണു നിൽക്കുന്നുള്ളൂ. തങ്ങൾക്കുണ്ടാകാൻ പോകുന്ന നാശങ്ങളെക്കുറിച്ചോ നഷ്ടത്തെക്കുറിച്ചോ അവർ വ്യവലാതിപ്പെടുന്നില്ല. ഓടിക്കളിക്കുന്ന കൊച്ചു കുട്ടികൾക്കും അറിയാം ഈ ഓട്ടം നിർത്തി ഞാൻ തന്റെ മാതാപിതാക്കൾക്ക് അരികിലേക്ക് എത്താൻ ചിലപ്പോഴേ ഉണ്ടാകൂ എന്ന്. കൈകളിൽ പേരുകൊത്തിവെച്ച് മുമ്പേ നടന്നവരുടെ ബാക്കിയാണവർ. ഗസയിൽ ഐക്യരാഷ്ട്രസഭാ സംവിധാനങ്ങൾക്ക് നേരെയും ഇസ്രായേൽ സേന ബോംബ് വർഷിച്ചു. നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ഒരാൾ കൊല്ലപ്പെടുകയും ചെയ്തെന്നാണ് റിപ്പോർട്ട്. ഐക്യരാഷ്ട്രസഭ പ്രതിനിധി പറഞ്ഞത് ഇത് അവിചാരിതമായി ഉണ്ടായ ഒരു അപകടമല്ല, മറിച്ച് അറിഞ്ഞുകൊണ്ട് ചെയ്ത ഒരു കുറ്റകൃത്യം തന്നെയാണ് എന്നാണ്. അതേസമയം ഇസ്രായേൽ പോലീസ് ഗവൺമെന്റിനെതിരെയുള്ള പ്രക്ഷോഭകർക്ക് നേരെ ജലപീരങ്കി ഉപയോഗിച്ചു. സംഭവം നടന്നത് പടിഞ്ഞാറൻ ജെറുസലേമിലായിരുന്നു. അവിടെ 10,000-ങ്ങളാണ് ഗസയിലുള്ള ബന്ദികൾക്ക് വേണ്ടി ഗവൺമെന്റിനെതിരെ പ്രക്ഷോഭം നടത്തുന്നത്. അവർ ആരോപിക്കുന്നത് ബെഞ്ചമിൻ നെതന്യാഹു യുദ്ധം പുനരാരംഭിച്ചത് തന്നെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നേട്ടത്തിനും നിലനിൽപ്പിനും വേണ്ടി മാത്രമാണെന്നാണ്. ഇസ്രായേൽ സേന വെസ്റ്റ് ബാങ്ക് സിറ്റിയിലും നെബുലസിലെ അലൈൻ അഭയാർത്ഥി ക്യാമ്പിലും ശക്തമായ ആക്രമണം നടത്തി. ഇസ്രായേൽ സൈന്യത്തിന്റെ ഭീഷണിക്ക് വഴങ്ങി 10,000-ങ്ങളാണ് വീടുകൾ വിട്ട് പലായനം ചെയ്തത്. കവചിത വാഹനങ്ങൾ വീടുകൾക്ക് നേരെ ആക്രമണം നടത്തിക്കൊണ്ട് വീടുകൾക്കിടയിലൂടെ കുതിക്കുകയാണ്. അതോടുകൂടി 10,000-ങ്ങൾ വീടുകൾ വിട്ടോടാൻ നിർബന്ധിച്ചു. ജനീനിൽ 60-ലധികം വീടുകളാണ് ഇസ്രായേൽ സേന തകർത്തു കളഞ്ഞത്. ഇസ്രായേലിന്റെ വംശവെറിയിൽ ഇപ്പോൾ വെസ്റ്റ് ബാങ്കിൽ നിന്നും 40,000-ത്തിലധികം ഫലസ്തീനികൾ പലായനം ചെയ്തു കഴിഞ്ഞു. ടെലവീവിന് നേരെ ഹൂത്തികളുടെ മിസൈൽ പാഞ്ഞെത്തിയതിനെ തുടർന്ന് പരിഭ്രാന്തരായ ഇസ്രായേലികൾ 4 വട്ടം ചിതറിയോടി. ഹൂത്തി മിസൈലിന്റെ വരവറിയിച്ച് സൈറൻ മുഴങ്ങിയിരുന്നു ടെലവീവിൽ. ഇസ്രായേൽ സേന പറയുന്നത് ഹൂത്തികളുടെ മിസൈൽ ഇസ്രായേലിന്റെ ബോർഡറിലേക്ക് എത്തുന്നതിന് മുമ്പ് ആകാശത്ത് വെച്ച് തന്നെ തകർത്തു കളഞ്ഞുവെന്നാണ്. ഇസ്രായേലിന്റെ ആക്രമണം പുനരാരംഭിച്ചതിന് ശേഷം ഹൂത്തികൾ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തുന്നത് 2-ാം തവണയാണ്. അത് ഗസയോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട്. ഹൂത്തികളുടെ മിസൈൽ ആക്രമണത്തിന്റെ തൊട്ടടുത്ത നിമിഷം തന്നെ അമേരിക്ക സനായിൽ ആക്രമണം നടത്തി. സന സിറ്റി എയർപോർട്ടിന്റെ അടുത്ത ഭാഗത്തും സദാ പട്ടണത്തിലുമാണ് ആക്രമണം ഉണ്ടായത്. ഹൂത്തികളുടെ ലക്ഷ്യസ്ഥാനങ്ങൾ ആക്രമിക്കാൻ ഓർഡർ നൽകിയതിനു ശേഷം ട്രംപ് ഇറാനെ ഭീഷണിപ്പെടുത്തിയത് ഹൂത്തികൾ ഇനിയും തിരിച്ചടി ആവർത്തിച്ചാൽ അതിന്റെ അനന്തരഫലം ഇറാൻ അനുഭവിക്കേണ്ടി വരും എന്നായിരുന്നു. എന്നാൽ അതിനുശേഷമാണ് ഹൂത്തികൾ വീണ്ടും ടെലവീവിന് നേരെ ബാലിസ്റ്റിക് മിസൈൽ അയച്ചത്.